ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ താഴെ വരെ പോവുകയാണ് കേട്ടോ. ചുമ്മാ കടയിൽ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടെ നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമ്മുടെ വീട്ടിൽ കുറച്ച് കുഞ്ഞു സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ താഴെ ഒരു കുഞ്ഞു കടയുണ്ടല്ലോ, നമ്മുടെ കട. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും പിള്ളേരും കൂടിയിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങി പോവുകയാണേ. വൈകിട്ട് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പം ഒരു സമയം പോക്കും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ചുമ്മാ ഞങ്ങൾ താഴെ കട വരെ ഒന്ന് പോയി കേട്ടോ. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ശൈലമ്മ അവിടെ മാങ്ങയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം പച്ചമാങ്ങയായിരുന്നു, ഭയങ്കര പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം അമ്പാടിക്കും കൊടുത്തു കേട്ടോ. അവൻ പുളി ആയതുകൊണ്ട് അധികമൊന്നും കഴിച്ചില്ല, ബാക്കിയെല്ലാം തുപ്പി കളയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വിളക്ക് കത്തിക്കാൻ കുഞ്ഞിത്തിരി, പിന്നെ കൊച്ചുങ്ങൾക്ക് ചെറിയ 2 പാക്കറ്റ് ബേക്കറി, പിന്നെ ഒരു കുഞ്ഞു മാഗി, പിന്നെ 2 തേങ്ങ തീർന്നിരിക്കുകയായിരുന്നേ. ഇത്രയും സാധനം മേടിച്ചിട്ടാണ് പോയത്. പിന്നെ പിള്ളേർക്ക് 2-3 മേടിച്ചു. അങ്ങനെ നമ്മൾ പോയിട്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ പയ്യെ നടക്കുവാണ്. അപ്പോൾ കടയുടെ മുറ്റത്ത് കുഞ്ഞു മാങ്ങ ഇങ്ങനെ കുറച്ച് ഉണ്ടായി കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ മഴയത്ത് കമ്പൊക്കെ ഒടിഞ്ഞു കിടക്കുന്നത് കണ്ടോ, നല്ല മഴയും കാറ്റുമായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പയ്യെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട്, കുറുക്ക് വഴി ഉണ്ടല്ലോ അതിൽ കൂടെയാണ് പോകുന്നത്. കുട്ടികളെയും കൊണ്ടാകുമ്പോൾ വേഗം ചെല്ലാലോ. അമ്പാടീനെ എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറുക്ക് വഴി കയറി വീട്ടിലോട്ട് പയ്യെ നടക്കുവാണേ. വീട്ടിൽ ചെന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങളും കൂടിയിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കി നമ്മുടെ മുറ്റത്ത് ഒരു 6:30 ആയിട്ടുണ്ട് ടൈം. അപ്പോൾ നോക്കി നല്ല മഞ്ഞ്, മൂന്നാറിൽ ഉള്ള മഞ്ഞില്ലേ അതേ കണക്കിന് നന്നായിട്ട് മഞ്ഞ് ഇങ്ങനെ വന്ന് നിറഞ്ഞ് നിൽക്കുകയാണേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അകത്ത് കയറിപ്പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ